ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നേടാൻ സൗത്ത് ആഫ്രിക്ക. ലോർഡ്സിൽ നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ 4 വിക്കറ്റ് നഷ്ടത്തിൽ മുന്നേറുകയാണ് സൗത്ത് ആഫ്രിക്ക. പ്രസാദ് കാളിദാസൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രസാദ്. ഇപ്പോൾ വിജയത്തോട് അടുത്തിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക എന്ന് തന്നെ പറയാം. കാരണം അത്ര മികച്ച കളി തന്നെയാണ് സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ഏറ്റവും ഒടുവിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 264 റൺസുമായി മുന്നേറുകയാണ്. 282 എന്നുള്ളതാണ് ഇപ്പോൾ വിജയ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ 4-ാം ദിവസത്തിൽ ഇപ്പോൾ ഈ എത്തി നിൽക്കുമ്പോൾ തന്നെ ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച പ്രകടനം തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് കാഴ്ചവെക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യം ഇപ്പോഴും മുന്നേറുക തന്നെയാണ്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയുടെ മുൻനിര കളിക്കാരനായ എയ്ഡൻ മാർക്രം സെഞ്ചുറി നേടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സെഞ്ചുറി മികവിൽ കൂടിയാണ് ഇപ്പോൾ കളി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വീണ്ടും 264 വിക്കറ്റ് നഷ്ടത്തിൽ തന്നെയാണ്. ഒരു വിക്കറ്റ് പോലും പിന്നീട് നഷ്ടമായിട്ടില്ല. 18 റൺസ് മാത്രമാണ് വിജയിക്കാൻ വേണ്ടത് സൗത്ത് ആഫ്രിക്കയ്ക്ക്. അത്തരത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ആദ്യ കിരീടമായിരിക്കും ദക്ഷിണാഫ്രിക്കയ്ക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ICCയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രണ്ടാമത്തെ കിരീടമാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടുന്നത്. അതായത് ICC കിരീടങ്ങളിൽ രണ്ടാമത്തെ ICC കിരീടമായിരിക്കും ഈ ഒരു ജയത്തിലൂടെ സൗത്ത് ആഫ്രിക്ക കിട്ടുക. ഇതിനു മുമ്പ് 1998 ഇതേപോലെ ഒരു ICC കിരീടം കിട്ടുന്നത്. ഇപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ കിരീടമായിരിക്കും സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടുക. അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നത് ഇതാദ്യമാണ് എന്ന് തന്നെ പറയണം. 3-ാമത്തെ സീസണാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയതിന് ശേഷമുള്ള 3-ാമത്തെ സീസണിലാണ്. ആദ്യ സീസണിൽ ന്യൂസിലൻഡാണ് ജേതാക്കളായത്. പിന്നീട് ഓസ്ട്രേലിയയാണ് ഏറ്റവും മികച്ച രീതിയിൽ ഈ കാലങ്ങളിൽ അത്രയും ടെസ്റ്റ് പരമ്പരകളിലൊക്കെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യമായ ഇന്ത്യയുമുണ്ട്. ഈ കഴിഞ്ഞ 2 സീസണുകളിലും ഇന്ത്യ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഫൈനൽ ജേതാക്കളാകാൻ സാധിച്ചില്ല. എന്നാൽ ആ സമയത്തെല്ലാം 2-ാം സ്ഥാനത്തേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത്തവണയും അല്ലെങ്കിൽ ഈ ഒരു സീസണിലും 3-ാം സീസണിലും മികച്ച പ്രകടനം തന്നെ ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു അവസരം, ഫൈനലിലേക്ക് എത്താനുള്ള അവസരം ഇന്ത്യക്ക് നഷ്ടപ്പെടുകയായിരുന്നു. എന്തായാലും ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഈ ഒരു ഫൈനലിൽ പ്രോട്ടീസ് ഫൈനലിൽ വിജയത്തോട് അടുത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും വിക്കറ്റുകളൊന്നും നഷ്ടമായിട്ടില്ല. ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പരമ്പരയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ റൺസുകൾ വഴങ്ങാതെ ഏറ്റവും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ടെസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലവിലെ ബാറ്റർമാർ എന്ന് പറയുന്നത് എയ്ഡൻ മർക്രമും അതോടൊപ്പം തന്നെ ഡേവിഡ് ബെഡിംഗ്ഹാമുമാണ്. അപ്പോൾ ഈ ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ഇന്നിംഗ്സിൽ എയ്ഡൻ മർക്രം ഡക്കിന് ഔട്ട് ആവുകയായിരുന്നു. അതായത് 0 റൺ നേടിയാണ് അദ്ദേഹം പുറത്തായതെങ്കിൽ 2-ാം ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. ഇനി അധികം സമയമില്ല, അല്പസമയത്തിനുള്ളിൽ തന്നെ ഓസ്ട്രേലിയക്ക് ആ ഒരു കിരീടം നഷ്ടമാകും എന്നുള്ളൊരു സൂചനയാണ് നമുക്കിപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി റെക്കോർഡുകളും കൂടി പിറന്ന ഒരു ഫൈനൽ മത്സരം കൂടിയാണ് എന്ന് ഒന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ദക്ഷിണാഫ്രിക്ക ജേതാക്കളാകുമെന്നുള്ള തന്നെ പ്രതീക്ഷയിലാണ് പ്രോട്ടീസും. അതോടൊപ്പം തന്നെ ഈ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക ഓസീസിനും ഓസ്ട്രേലിയയ്ക്കും ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ പറയാം. എന്തായാലും അവസാന ലാപ്പിലേക്ക് കടന്ന ഒരു സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കൂ. MS, നിലവിൽ എത്രയാണ് സ്കോർ? നിലവിലെ സ്കോറുകൾ പരിശോധിച്ചാൽ ഏറ്റവും ഒടുവിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 265 റണ്ണാണ് പ്രോട്ടീസ് നേടിയിരിക്കുന്നത്. ഈ വീണ്ടും മുന്നേറുകയാണ്. ക്രീസിൽ ഇപ്പോഴും എയ്ഡൻ മർക്രമും 127 റൺസ്, 202 ബോളിൽ 127 റൺസ് നേടി എയ്ഡൻ മർക്രമും. ഒപ്പം 33 ബോളിൽ 17 റൺസുമായി ഡേവിഡ് ബെഡിംഗ്ഹാമുമാണ് ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്നത്. 17 റൺസ് മാത്രം വിജയിക്കാനുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് അവിടെ ആശങ്ക കൂടുകയാണ്. അതോടൊപ്പം തന്നെ പ്രോട്ടീസിന് ഇപ്പുറത്ത് വിജയപ്രതീക്ഷ ഏറുകയാണ്. MS, ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ ഇത്ര റൺസ്, 17 റൺസ് മാത്രം വേണമെന്നിരിക്കെ എത്ര വിക്കറ്റുകൾ ബാക്കിയുണ്ട്?
MS ഇനി 4 വിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഓസ്ട്രേലിയക്ക്. ഇനി 6 വിക്കറ്റുകളും കൂടി ഉള്ളൂ. എന്നാലും വലിയ പ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഇനി ഒരു വിക്കറ്റ് നഷ്ടപ്പെടുത്തില്ല എന്ന് ദൃഢനിശ്ചയത്തോടെയാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ടീം കളിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പ്രകടനം കാഴ്ചവെക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എയ്ഡൻ മർക്രമിന്റെ മിന്നും പ്രകടനം തന്നെയാണ് ഈ ഒരു രണ്ടാം ഇന്നിംഗ്സിൽ, ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാം ഇന്നിംഗ്സിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴും എയ്ഡൻ മർക്രം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. 202 ബോളിൽ 127 റൺസുമായി നോട്ട് ഔട്ട് ആവാതെ ക്രീസിൽ തന്നെ തുടരുകയാണ് എയ്ഡൻ മർക്രം. അതോടൊപ്പം ഇപ്പുറത്ത് കൂടെ ആ ഒരു കൂട്ടുകെട്ട് എയ്ഡൻ മർക്രം, ഡേവിഡ് ബെഡിംഗ്ഹാം കൂട്ടുകെട്ടിൽ തന്നെയാണ് ഇപ്പോൾ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാപ്റ്റൻ ടെമ്പ ബൗമയുടെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കാലിനൊക്കെ വല്ലാത്തൊരു വേദനയൊക്കെ ആയിട്ടാണല്ലോ കളിച്ചിരുന്നത് അല്ലേ? തീർച്ചയായും ടെമ്പ ബൗമയ്ക്ക് വലിയ രീതിയിൽ ഒരു പരിക്ക് പറ്റിയിരുന്നു. എന്നാൽ ആ പരിക്കിനെ മറികടക്കുന്ന, അല്ലെങ്കിൽ ആ പരിക്കിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് അവസാനത്തെ ഈ ഒരു ഫൈനൽ ലാപ്പിലേക്ക് എത്തിയപ്പോൾ, അല്ലെങ്കിൽ രണ്ടാം ഇന്നിംഗ്സ്, ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാം ഇന്നിംഗ്സിലേക്ക് എത്തിയപ്പോൾ ടെമ്പ ബൗമ കാഴ്ചവെച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെ ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രം എടുത്താൽ തന്നെ ഒരു ഫൈനലിൽ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇത്തവണ ഈ ഒരു 2025 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ടെമ്പ ബൗമ ഉയർത്തിയത്. 66 റൺസ് നേടിയാണ് അദ്ദേഹം പുറത്തായത്. ഇതുവരെയുള്ള ഈ ഒരു ചരിത്രം നോക്കിയാൽ, അല്ലെങ്കിൽ മൂന്നാം സീസണാണ് ഇപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റേത് നടക്കുന്നത്. അത്തരത്തിൽ തന്നെ നോക്കുമ്പോൾ ഇതിനു മുൻപ് ഇത്തരത്തിലൊരു റെക്കോർഡ് എന്ന് പറയുന്നത് 2021 ഒരു ഓസ്ട്രേലിയൻ കളിക്കാരനാണ് ഇത്തരത്തിലൊരു റെക്കോർഡ് നേടിയത്. അന്ന് അതിനുശേഷം ഇപ്പോൾ ടെമ്പ ബൗമയാണ് ആ ഒരു റെക്കോർഡ് നേട്ടത്തിന് അർഹനായത്. അതായത് ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടി പുറത്താകുന്ന ക്യാപ്റ്റൻ എന്ന ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ ഈ ഒരു മാച്ചിലൂടെ ടെമ്പ ബൗമ ഉയർത്തിയിരിക്കുന്നത്. അത് തന്നെ വലിയ പ്രശംസനീയമാണ്. കാരണം വലിയ രീതിയിൽ കാലിന് പരിക്ക് പറ്റിയിരുന്നു. എന്നാൽ ആ പരിക്കിനെ തൃണവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് ടെമ്പ ബൗമ കാഴ്ചവെച്ചത്. അത് മാത്രമല്ല, ഈ ടെമ്പ ബൗമ എയ്ഡൻ മർക്രം കൂട്ടുകെട്ടിൽ തന്നെ മികച്ച രീതിയിൽ റൺസ് കെട്ടിപ്പടുക്കാൻ ദക്ഷിണാഫ്രിക്കൻ ടീമിന് സാധിച്ചു എന്നുള്ളതും കൂടി പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട് ഏറെ നിർണായകമായിരുന്നു ഈ ഒരു ഫൈനൽ മത്സരത്തിൽ, അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാം ഇന്നിംഗ്സിൽ എന്നതും കൂടി കൂട്ടിച്ചേർക്കേണ്ടത്. MS ലോർഡ്സിലാണല്ലോ ഈ മത്സരം നടക്കുന്നത്. ലോർഡ്സിലെ സമയപ്രകാരം ഇനിയും ആ ഒരു ദിവസം തീരുന്നതിന് വേണ്ടി ധാരാളം സമയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 17 റൺസ് എന്നുള്ളത് ഇപ്പോൾ മാറുകയും ചെയ്തിട്ടുണ്ട്. സെഞ്ചുറി അടിച്ച വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ ഒരു ക്രീസുമായി പിച്ചുമായിട്ടെല്ലാം നല്ല പരിചയവുമായി കഴിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു സംശയവുമില്ല, ദക്ഷിണാഫ്രിക്ക ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ചൂടാൻ പോകുന്നതിൻ്റെ ചരിത്രപരമായ നിമിഷമാണ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് എന്ന് തന്നെ പറയാമല്ലോ അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ പറയണം MS. കാരണം ദക്ഷിണാഫ്രിക്ക ആദ്യമായി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ചൂടാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് പ്രോട്ടീസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പ്രോട്ടീസ് ഫാൻസിനെ സംബന്ധിച്ച്, ദക്ഷിണാഫ്രിക്കൻ ടീമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വിജയം ഇപ്പോൾ നിലവിലെ ഏറ്റവും ഒടുവിൽ 15 റൺസ് അകലെ മാത്രമാണ് പ്രോട്ടീസിന് വിജയത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ കൃത്യമായി നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. 15 റൺസ് എന്നുള്ളത് ഇനി ഒരു 6 റൺസേ വേണ്ടൂ എന്ന അവസ്ഥ എത്തുമ്പോൾ വീണ്ടും പ്രസാദ് കാളിദാസന് എത്തണം. അവസാന നിമിഷങ്ങൾ നമ്മൾക്ക് തത്സമയം ഒന്നുകൂടി വരേണ്ടതുണ്ട്. ഇപ്പോൾ നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസാരിക്കുകയാണ്. അതിലേക്ക് പോകാം. അത് കാണുന്നതിനിടയിൽ തന്നെ ഈ ഒരു 6 റൺസോ 4 റൺസോ മാത്രം വരുന്ന അവസ്ഥയിലേക്ക് തിരികെ എത്താം. ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ